ഇത്രയേറെ പലഹാരങ്ങൾ എന്തിനായിരുന്നു? ഇതൊക്കെ ഇനി എന്ത് ചെയ്യും? ഉഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, അയൽ വീടുകളിലും കൊടുത്തയക്ക്. ഇന്ദുവിന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരാൻ പറ്റാത്തതിൽ അവക്ക് വിഷമം കാണും. പാവം പെണ്ണ്. നീ ഒരു കാര്യം ചെയ്, അവളല്ലേ മൂത്തത്, അവളെ വിളിച്ച് ഇത് പങ്കുവെപ്പിക്ക്. അപ്പോ അവളുടെ വിഷമം മാറും. അത് ശരിയാ. ആ, ഈ കടുമാങ്ങ എനിക്ക് വേണം. കോലത്തെ കടുമാങ്ങയുടെ സ്വാദ് ഒന്ന് വേറെ തന്നെയാ. മോളെ. ആഹാ, രണ്ടുപേരും ഉണ്ടോ? മക്കളെ, ഇത് നമ്മുടെ വീട്ടിൽ വന്ന പലഹാരങ്ങളാ. ഇന്ദുമോൾ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ ഇന്ന് പങ്കുവെച്ച് കുറേശ്ശെ അയൽവക്കത്തും കൊടുത്തയക്ക്. ഉഷമോളും കൂടി ഒന്ന് സഹായിച്ചു കൊടുക്ക്. എന്തു പറ്റി? എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരം പങ്കുവയ്ക്കാൻ എനിക്കറിയില്ലേ? അതിന് വെറും കൈയോടെ വന്നവര് വേണോ? കാര്യം എന്താന്ന് പറ. എന്റെ വീട്ടിന് പലഹാരമൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതിന് എന്നെ കൊച്ചാക്കാനല്ലേ അമ്മ അത് പങ്കിടാൻ എന്നോട് പറഞ്ഞത്. എന്തു, എന്റെ അമ്മയെ പറ്റി നിനക്കൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഒന്ന് പരിഭവിക്കാൻ പോലും അറിഞ്ഞുകൂടാത്തവരാണ് അവർ. അമ്മ ഇവിടെ എന്ത് നിശ്ചയിക്കുന്നോ അത് നടക്കണം. ആ, വേഗം പോയി പലഹാരം പങ്കുവയ്ക്ക്. ഓ, വേറെ എന്ത് പറഞ്ഞാൽ ഞാൻ സഹിക്കും. എന്റെ അമ്മ പക്ഷപാതം കാണിക്കാണെന്നേ നീയല്ല നിന്റെ തന്ത പറഞ്ഞാൽ ഞാൻ അടിക്കും. അതിന് എന്റെ തന്തയ്ക്ക് പറയുന്നത് എന്തിനാ? നീ എന്റെ അമ്മയെ കുറിച്ച് വേണ്ടാനും പറഞ്ഞിട്ട് ഓ പോയി പലഹാരം പങ്കിട്ടൂടെ. ഓ അല്ല, ഇതിവിടെ വെച്ചോണ്ട് നോക്കി നിൽക്കുവാന്നോ? ഇപ്പൊ കൊടുത്തേക്ക് അമ്മേ. ഉഷമോളെ, വീട്ടിൽ നിൽക്കുമ്പോ ഇത്ര ആഭരണങ്ങൾ എന്തിനാ? ആവശ്യത്തിന് എന്തെങ്കിലും പോരെ? ബാക്കിയുള്ളതെല്ലാം ഒരു രാജന്റെ കൊടുത്തിട്ട് പെട്ടി വെച്ച് പൂട്ടാൻ പറ. എന്നാ പെട്ടി വെച്ച് പൂട്ടിയേക്ക്. എന്താ ഉഷേ? ചേട്ടത്തിക്ക് ആഭരണം ഒന്നും ഇല്ലാത്തതിന് ഞാൻ എന്ത് പഴിച്ചു? അതിന് എന്റെ ആഭരണങ്ങളൊക്കെ ഒരു പെട്ടിയിൽ വയ്ക്കാൻ പറയുന്നത് എന്തിനാ? ആര് പറഞ്ഞു? അമ്മ. ഇനി വന്നേ. ഇത് തന്നെ ഞാനും പറയാതിരിക്കായിരുന്നു. ഇപ്പൊ നിന്നെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അറിയാം. വീട്ടിൽ ഇരിക്കുമ്പം ഇത്രയൊക്കെ മതി കേട്ടോ. ലക്ഷ്മി, ലക്ഷ്മി, ഇതാ, ഇത് ഇന്ദുവിന് കൊടുത്തേക്ക്. എന്താ ഇത്? ഇന്ദുവിന് വേണ്ടി വാങ്ങിയതാ. ഉഷയ്ക്കൊന്നും വാങ്ങിയില്ലേ? അവൾക്ക് വേണ്ടതിലേറെ അവളുടെ അച്ഛൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്ദുവിനല്ലേ ഒന്നും ഇല്ലാത്തത്. അവൾക്ക് വിഷമം തോന്നരുതല്ലോ. അത് ശരിയാ, ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. ആ, ഞാൻ അപ്പുറത്തേക്ക് പോകുന്നു. മോളെ, ഇതാ, നിനക്കൊന്നും ഇല്ലാത്തോണ്ട് അച്ഛൻ വാങ്ങിച്ചോണ്ട് വന്നതാ. മോൾ ഇതൊക്കെ എന്നിട്ടെ അമ്മയൊന്ന് കാണട്ടെ. ഏട്ടത്തിക്ക് ആഭരണങ്ങൾ വാങ്ങിക്കൊടുത്തതിലൊന്നും എനിക്ക് പരാതിയില്ല. കൂട്ടത്തിൽ ഒരു ചെറിയ കാതിപ്പോയെങ്കിലും ഉഷയ്ക്ക് വാങ്ങിച്ചു കൊടുക്കായിരുന്നല്ലോ. അതെന്താ നിങ്ങൾ ചെയ്യായിരുന്നത്? മോനെ, അതിപ്പോ ഉഷ പറഞ്ഞതൊക്കെ നേരാണെന്ന് ഇപ്പൊ തോന്നുന്നമ്മേ. അവൾ എന്ത് പറഞ്ഞു? അവളേക്കാൾ നിങ്ങൾക്ക് താല്പര്യം ചേട്ടത്തിയോടാണെന്ന്. രാജാ, നാശം പിടിച്ച പിശാച്. അയ്യോ, എന്റെ നന്ദിനിക്കുട്ടി.
മിണ്ടാ പ്രാണിയോ? ആ പിശാച് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ? എന്റെ റോസ മുഴുവൻ നശിപ്പിച്ചു. റോസ ഇനിയും വെച്ച് പിടിപ്പിക്കാമല്ലോ. ഇതിന്റെ കാലിന് എന്ത് ചെയ്യും? കാല് മുറിച്ചു കളയണം, അല്ലെങ്കിൽ കെട്ടിയിട്ട് വളർത്തണം. ഓ, ദേവലോകത്തു നിന്ന് ഒരു കാമധേനുവിനെ കൊണ്ടുവന്നിരിക്കുന്നു. എവിടെയോ തീറ്റിയില്ലാതെ കിടന്ന പണ്ടാരം. എന്താ എന്താ മക്കളെ ഇത്? ഇത് കണ്ടോ അമ്മേ? എന്റെ റോസാച്ചെടി മുഴുവൻ നശിപ്പിച്ചു ഈ വർഗത്തിട്ട ജന്തു. എന്റെ ക്ലാവിന്റെ കാല് കണ്ടോ അമ്മേ? കെട്ടിയിട്ട് വളർത്തിയില്ലെങ്കിൽ അങ്ങനെ ഇരിക്കും. കെട്ടിയിരുന്നതാണമ്മേ, അഴിഞ്ഞുപോയി. അതിനെന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ റോസും പശുക്കുട്ടിയാണ് വലുത്. സ്നേഹത്തിനും ബന്ധത്തിനും ഒരു വിലയും ഇല്ലല്ലേ? റോസ് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ടാ ക്ടാവിനെ അഴിച്ചു വിട്ടത്. ഇത് കേട്ടോ അമ്മേ, ഞാൻ അങ്ങനെ ചെയ്യോ? മതി മതി, രണ്ടുപേരും ഇനി ഒന്നും പറയണ്ട. ഈ വീട്ടിൽ ഇതുവരെ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. ഇനി മേലിലുണ്ടാവരുത്. എന്താ രാധേ, എന്തു പറ്റി? ഗോപേട്ട, ഇനി എന്നെ ഓടിക്കരുത്. ചതിച്ചോ ദൈവമേ, എന്റെ ശപഥം പൊളിഞ്ഞല്ലോ. ഏഷ്യാഡിന് പോണ്ടെന്നായിരിക്കും ദൈവനിശ്ചയം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാം. എന്തിന്? നീ ആദ്യം കയറി പൊട്ടിച്ചപ്പോഴേ ഞാൻ കൂട്ടിക്കെട്ടിയതാ. സമ്മതിച്ചില്ല, നീ പിന്നെ പൊട്ടിച്ചു. അനുഭവിച്ചോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? ഈ വയറ്റിൽ കിടക്കുന്ന ശിശു ആണായാലും പെണ്ണായാലും നമ്മൾ പ്രാക്ടീസ് കൊടുത്ത് ഒളിമ്പിക്സിനയക്കും. ഏഷ്യാഡ് പോവാൻ പറ. നീ വാ. ഇങ്ങോട്ടരുത്, പതുക്കെ. നാടിന്റെ ഐശ്വര്യം ഇരിക്കുന്നത് അവിടെ വന്നു കയറുന്ന പെൺകുട്ടികളുടെ കയ്യില. അവര് തമ്മിൽ വഴക്കു തുടങ്ങിയാൽ ഭർത്താക്കന്മാരും അതിന്റെ കൂട്ടത്തിൽ കൂടും. അതോടെ ബന്ധങ്ങളൊക്കെ മറക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നും സ്നേഹത്തിൽ കഴിയണം. അല്ല, ഇതെപ്പോ വന്നു? വന്ന വഴി നേരെ അടുക്കളയിലേക്ക് തന്നെ പോന്നു. ആഹാ, എന്നാ ഇങ്ങോട്ടിരുന്നാട്ടെ. അവിടെ ഇന്ന് പാൽപായസം വെച്ചു. അല്ല, അവിടെ എന്നും അത് പതിവാ. കറവക്കാര് കറന്നുകൊണ്ടുവന്ന് കൂട്ടുകല്ലേ പാല്. ചിലപ്പോ പാൽപായസം വെക്കും, ചിലപ്പോ ഐസ്ക്രീം ഉണ്ടാക്കി പറമ്പിലെ പണിക്കാർക്ക് കൊടുക്കും. ഞങ്ങള് തിന്നത്തില്ല. അതുങ്ങ കൊണ്ടോ ഐസ്ക്രീം തിന്ന് ശീലമിരിക്കുന്നു. ദേ തുടങ്ങും വയറ്റിളക്കം. ഇപ്പൊ എന്ത് പറ്റി? പറമ്പിലെ പണിക്ക് വരാൻ മടിയാ. ഐസ്ക്രീം തിന്നേണ്ടി വന്നെങ്കിലോന്ന് പേടി. അല്ല, നിന്റെ ദേഹത്ത് കിടന്ന പൊന്നൊക്കെ എവിടെ? അതൊക്കെ എവിടെയാണീ? നിന്റെ കയ്യിലും കരുത്തിലും കിടന്ന ആഭരണങ്ങളൊക്കെ എവിടെയെന്നാ ചോദിച്ചത്. അമ്മ പറഞ്ഞിട്ട് ഊരി വെച്ചു. കാര്യം? അതെന്നോടാണോ ചോദിക്കുന്നത്? അമ്മേ, വെറുതെ വഴക്കുണ്ടാക്കരുത്. വിടറി. അപ്പോഴേ ഞാൻ എന്റെ മോക്ക് കയ്യും മെയ്യും നിറയെ പൊന്നു കൊടുത്ത് വിട്ടതേ ഇട്ടോണ്ട് നടക്കാനാ, പെട്ടി വെച്ച് കൂട്ടാനല്ല. വീട്ടിൽ നിൽക്കുമ്പോഴും അതൊക്കെ വേണോ ഉഷേടമ്മേ? വേണം. എന്റെ മോളെ നല്ല അന്തസ്സായിട്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അല്ലാതെ മറ്റുള്ളവരെ പോലെ ഇവിടുന്ന് പണം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടല്ല അവിടെ കല്യാണം നടത്തിയത്. വേണ്ടാത്തതൊക്കെ എന്തിനാ ഉഷേടമ്മ പറയുന്നത്? പറയിപ്പിച്ച പറയും. ഒരു ഗതിയും പരഗതിയില്ലാത്ത കോലോത്ത് നിങ്ങൾ പെണ്ണെടുത്തതിന് എന്റെ മോളെന്ത് പഴിച്ചു? ഭാഗീരഥിയമ്മേ. ആ, എന്റെ പേര് ഭാഗീരഥി എന്ന് തന്നെയാ. ഓ, മൂത്ത വരവിടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ചൊടിച്ചത് കണ്ടില്ലേ? കാശിന് ഗതിയുണ്ടെങ്കിൽ വേണ്ടിയില്ല. പൊന്നില്ലാത്തവരെ ഇടാതെ നിൽക്കണം. എന്റെ മോക്ക് ആഭരണം വേണം. ഭാഗീരഥിയമ്മേ, പഴയതെല്ലാം മറന്നിട്ടോ നന്ദി ഇല്ലാഞ്ഞിട്ടോ പറയുകയാണെന്ന് വിചാരിക്കരുത്.
നിങ്ങൾ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷെ ഞങ്ങളുടെ മരുമക്കളുടെ കുറ്റവും കുറവും പറഞ്ഞ് അവരെ അപമാനിക്കാനാണെങ്കിൽ വരരുത്. ആ അതാണ് ഭംഗി. ഇല്ല, വരുന്നില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ വീട്ടിൽ കാല് കുത്തൂല. എടാ, നിന്റെ അമ്മ മേലാൽ എന്നോട് ഈ വീട്ടിൽ കാല് കുത്തിപ്പോവരെന്ന് പറഞ്ഞു. എന്നെ ഇതുവരെ ആരും ഇങ്ങനെ അപമാനിച്ചിട്ടില്ല. ഇനി നീ എവളും കൂടെ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നോ അന്നേ ഞാൻ നിങ്ങളെ കാണാൻ വരൂ. അമ്മേ, ഇപ്പൊ അമ്മയ്ക്ക് തൃപ്തിയായല്ലോ. നടന്ന എന്താണെന്ന് നീ അറിഞ്ഞോ? കൂടുതലൊന്നും വിസ്തരിക്കണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. പടി. അമ്മേ, ആ സ്ത്രീക്ക് എന്റെ ഭാര്യ അവമാനിക്കാൻ എന്താ അവകാശം? അത് മോനെ. ഇവിടെ പാവപ്പെട്ടവളായി പോയതുകൊണ്ടല്ലേ? മോനെ, വായി തോന്നിയതൊക്കെ അവര് പറഞ്ഞേച്ചു പോയി. അമ്മയ്ക്ക് ഇപ്പൊ സമാനായല്ലോ. വഴി. ഭാര്യമാര് വിചാരിച്ചാൽ ഭർത്താക്കന്മാരെ തമ്മിൽ പിണക്കാം, സ്വന്തം സഹോദരന്മാരെ പോലും ശത്രുക്കളാക്കാം. എന്റെ മരുമക്കൾ രണ്ടുപേരും ഇത് മറക്കരുത്. ഇനി ഇങ്ങനൊരു സംഭവം ഈ വീട്ടിലുണ്ടാകരുത്. പോയിക്കൊള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞ പിണങ്ങുമോ? എന്താ? രണ്ടുപേരെയും രണ്ട് വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതാണ് നല്ലത്. മാറ്റി താമസിപ്പിക്കാനോ? എടി, എന്റെ മക്കളും അവരുടെ മക്കളും എല്ലാവരും കൂടി ഈ വീട്ടിൽ സന്തോഷമായി ജീവിക്കുന്ന കണ്ടിട്ട് ഞാൻ മരിക്കുള്ളൂ.